പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫേസൊക്കെ നല്ല ഗ്ലോ ആവുന്നതിനും അതുപോലെ തന്നെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കാര അതുപോലെ ചെറിയ ചെറിയ ഡോട്ടുകളൊക്കെ മാറുന്നതിനും മുഖം നല്ലൊരു ഗ്ലോ ഒക്കെ ആവുന്നതിന് വളരെയധികം സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പം തന്നെ ചെയ്യാൻ പറ്റുന്നതും നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്നതുമായ നല്ലൊരു പാക്കാണിത്. ഇതിപ്പോൾ നമ്മൾ 4 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് ഇതിന് വേണ്ടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മളിപ്പോൾ ഫേസ് എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തതായിരിക്കണം. ഞാനിപ്പോൾ നന്നായിട്ട് ഫേസ് എല്ലാം വാഷ് ചെയ്തിട്ട് വന്നതാണ്, പൗഡർ ഒന്നും ഇട്ടിട്ടില്ല. എന്നിരുന്നാലും നമുക്ക് ഒന്നുകൂടി ഒന്ന് തുടച്ചെടുക്കാം. ഫേസൊക്കെ ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ച് നമുക്കൊന്ന് തുടച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഫേസെല്ലാം നന്നായിട്ടൊന്ന് തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ആദ്യം തന്നെ ക്ലെൻസ് ചെയ്യുകയാണ് വേണ്ടുന്നത്. കാരണം ആദ്യം തന്നെ നമുക്ക് നന്നായിട്ട് മുഖമൊക്കെ നല്ല വൃത്തിയാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിനായിട്ട് നമുക്ക് ക്ലെൻസ് ചെയ്യുന്നതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് പച്ചപ്പാലാണ്, തിളപ്പിച്ച പാൽ എടുക്കരുത്, പച്ചപ്പാൽ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. പച്ചപ്പാൽ ഇപ്പം ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 4-5 തുള്ളി നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 5 തുള്ളിക്ക് വേണ്ടി നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഫേസ് എല്ലാം നല്ല ക്ലീൻ ആവുകയും ഡെഡ് സ്കിന്നൊക്കെ മാറുകയും അതുപോലെ തന്നെ ഉണ്ടാകുന്ന ഫേസിലൊക്കെ ഉണ്ടാകുന്ന ടാനൊക്കെ റിമൂവ് ആവുന്നതിനൊക്കെ ഈ നാരങ്ങ നീരും കൂടി ഈ പാലിലേക്ക് ചേർക്കുമ്പോൾ വളരെയധികം സഹായിക്കുന്നതാണ്. നമ്മൾ ഈ നാരങ്ങ നീരും കൂടി ഈ പാലിലേക്ക് ചേർക്കുന്ന സമയത്ത് ചെറിയൊരു പാല് പിരിഞ്ഞ പോലെ ആവത്തില്ലേ, ഒരു ചെറിയൊരു തരിയൊക്കെ പാലിലേക്ക് ഇങ്ങനെ വരും. അപ്പോൾ അത് നമ്മൾ കളയൊന്നും വേണ്ട, അങ്ങനെയാണ് ആവേണ്ടത്. നമുക്ക് പാല് അങ്ങനെ ആയതിനു ശേഷം നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പാല് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ പാല് തന്നെ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ കുറേ കൂടി നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഉപയോഗിക്കണമെന്ന് പറയുന്നത്. നമുക്ക് ഒരു 1-2 മിനിറ്റ് നേരത്തേന് തന്നെ വെച്ചിരുന്ന് നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ചെയ്യുന്ന സമയത്ത് കഴുത്തിലും കൂടി ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ കഴുത്തിലൊക്കെ നമ്മൾ പാക്ക് ഇടാതെ ഇരുന്ന് കഴിഞ്ഞാൽ കഴുത്തിന് വേറൊരു നിറമായിപ്പോവും, അതുപോലെ ഫേസിന് വേറൊരു നിറമായിപ്പോവും. അപ്പോൾ അത് അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് പാക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് നേരമൊക്കെ ആയിട്ടുണ്ട്. ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് നല്ല രീതിയിൽ ഞാനൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ചങ്ങ് തുടച്ച് കളയാം. വാഷ് ചെയ്യുന്നവർക്ക് വാഷ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ നനഞ്ഞൊരു തുണി ഉപയോഗിച്ചങ്ങ് തുടച്ച് കളയുകയാണ്. ഇപ്പോൾ നമ്മൾ ഒന്ന് ക്ലെൻസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മാറ്റമൊക്കെ ഉണ്ട്. ഫേസിനൊക്കെ നല്ലൊരു വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട് ഫേസിലൊക്കെ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ സ്ക്രബാണ് ചെയ്യാനായിട്ട് പോകുന്നത്. സ്ക്രബ് ചെയ്യുന്നതിനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഇവിടെ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് വലിയ തരിയുള്ള പഞ്ചസാരയല്ല. വലിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. കാരണം ഒരുപാട് വലിയ തരിയുള്ള പഞ്ചസാര വെച്ച് നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് ഡാമേജ് ഒക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ചെറിയ തരിയുള്ള പഞ്ചസാര തന്നെ എടുക്കണം. ഇപ്പോൾ പഞ്ചസാര ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ കുറച്ച് തേനാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. കുറച്ച് തേൻ ഒഴിച്ചു കൊടുത്തു. ഇനി കൂട്ടത്തിൽ ഒരു 3-4 തുള്ളി റോസ് വാട്ടറും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം തോനെയൊന്നും വേണ്ട റോസ് വാട്ടർ. ഞാനിപ്പോൾ ഒരു 5 തുള്ളിക്ക് വേണ്ടിയിട്ട് റോസ് വാട്ടറും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പം ഞാനിപ്പോൾ ഇത് കൈകൊണ്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം ഫേസിലെല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ണിൻ്റെ സൈഡിൽ ഒരു കാരണവശാലും സ്ക്രബ് ചെയ്യരുത്.
ഇപ്പോൾ ഞാനിതെല്ലാം ഫേസിലെല്ലാം നല്ല രീതിയിലൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 കൈയിലും കുറേശ്ശെ എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്നാക്കി നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. നല്ല ഒരുപാട് ഹാർഡായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യരുത്, നല്ല സോഫ്റ്റായിട്ട് വേണം നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട്. കാരണം പഞ്ചസാരയുടെ തരിയൊക്കെ നമുക്കതുപോലെ അതിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഹാർഡായിട്ട് സ്ക്രബ് ചെയ്യേണ്ടത് ആവശ്യമില്ല. നമുക്ക് മൂക്കിൻ്റെ ഈ സൈഡിൽ, ചുണ്ടിൻ്റെ ഈ സൈഡിലൊക്കെയാണ് നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്യേണ്ടുന്നത്. നല്ല രീതിയിൽ ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് സ്ക്രബ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഞാനൊരു 4 മിനിറ്റ് നേരമൊക്കെ ഫേസ് നന്നായിട്ട് സ്ക്രബ് ചെയ്തു. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കിൻ്റെ ഈ ഭാഗം, ഈ ഭാഗത്തെ, അതുപോലെ ഈ സൈഡുകളിലെ ഒക്കെയാണ് നമുക്ക്, ഈ താടിയുടെ ഈ ഭാഗത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ വരുന്നവർക്ക് വരുന്നത്. അപ്പോൾ ആ ഭാഗങ്ങളെല്ലാം നല്ല രീതിയിൽ നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് നല്ല ഹാർഡായിട്ട് സ്ക്രബ് ചെയ്യുക എന്നുള്ളതല്ല. നമ്മൾ കുറച്ച് സമയമെടുത്ത് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വേണം സ്ക്രബ് ചെയ്യാനായിട്ട്. പക്ഷേ നമ്മൾ കുറച്ച് സമയം എടുത്ത് വേണം സ്ക്രബ് ചെയ്യാനായിട്ട്. അതാണ് നല്ലതായിട്ട് സ്ക്രബ് ചെയ്യുക എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊന്ന് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തു. ഇനിയിപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് തുടച്ച് കളയാം. കണ്ടില്ലേ, നമ്മൾ ഈ സ്ക്രബൊക്കെ ചെയ്തതിന് ശേഷം ഫേസ് എല്ലാം ഒന്ന് വാഷ് ചെയ്യുമ്പോൾ തന്നെ ചെറുതായി ഒന്ന് തുടച്ച് കളയുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് നമുക്കറിയാം നല്ലൊരു മാറ്റമാണ് നമ്മുടെ ഫേസിനുള്ളത്. നല്ലൊരു ഗ്ലോ ഒക്കെ പെട്ടെന്ന് തന്നെ വരുന്നതായിട്ട് നമുക്കറിയാം. കാരണം നമ്മുടെ ഡെഡ് സ്കിന്നെല്ലാം പോവുകയും ഫേസിൽ നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാവുകയും ഫേസൊക്കെ നല്ലൊരു ഗ്ലോ ആവുകയും ഒക്കെ ചെയ്യും. കണ്ടില്ലേ, നമ്മുടെ കവിളുകളൊക്കെ നല്ല ചുമന്ന് തുടുത്തിരിക്കും. കണ്ടോ, നല്ലൊരു മാറ്റം തന്നെയാണ്. നമുക്ക് ആ ഒറ്റ ഒരു സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് തുടച്ചിട്ട് വരാം. ഇപ്പോൾ ഞാൻ ഫേസെല്ലാം നല്ല രീതിയിലൊന്ന് തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആവും നമ്മുടെ സ്കിന്നിൽ. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആവും. ഇനി അടുത്തതായിട്ട് നമുക്കൊരു മസാജിങ് ആണ് ചെയ്യാനുള്ളത്. മസാജ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാജ് ചെയ്യുമ്പോൾ തന്നെ നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാവുകയും ഫേസിന് നല്ലൊരു ഗ്ലോ ഒക്കെ വരികയൊക്കെ ചെയ്യും. അപ്പോൾ മസാജിങ് ഒരു കാരണവശാലും നമ്മൾ ഇതുപോലെയുള്ള പാക്കുകൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മസാജിങ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് മസാജ് ചെയ്യാം. മസാജ് ചെയ്യുന്നതിന് നമുക്ക് ഒന്നുകിൽ തേൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഉപയോഗിക്കാം. അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ മസാജിങ്ങിന് ഉപയോഗിക്കുന്നത് ഗ്ലിസറിനും റോസ് വാട്ടറും കൂടി തുല്യ അളവിലെടുത്തിട്ടാണ് ഞാൻ മസാജിങ്ങിന് എടുക്കുന്നത്. ഇപ്പോൾ ഇത് വെജിറ്റബിൾ ഗ്ലിസറിനാണ്. ഏറ്റവും നല്ലത് വെജിറ്റബിൾ ഗ്ലിസറിൻ തന്നെയാണ്. നമ്മളിങ്ങനെയൊക്കെയുള്ള പാക്കുകളൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് വെജിറ്റബിൾ ഗ്ലിസറിൻ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം രണ്ടും കൂടി. അതിന് ഞാനിപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ 2 കൈകളും കൊണ്ട് ഇങ്ങനെ ഒന്ന് തിരുമ്മുമ്പോൾ തന്നെ ചെറിയൊരു ചൂട് നമ്മുടെ കൈകൾക്ക് വരും. ആ ചൂടോടുകൂടി വേണം നമ്മൾ മസാജ് ചെയ്യാനായിട്ട്. ഒരു ട്രിപ്പ് ഇങ്ങനെ ചെയ്തതിന് ശേഷം വീണ്ടും ഇതുപോലെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാൻ കഴിയും. അതിനുശേഷം വീണ്ടും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാകുന്നതിനായിട്ട് വളരെയധികം സഹായിക്കും. മസാജ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഇതുപോലെ ഇങ്ങനെ താഴേക്ക് മസാജ് ചെയ്യരുത്. ഇങ്ങനെ മുകളിലേക്ക് മാത്രമേ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാവൂ. അതുപോലെ റൗണ്ട് ഷേപ്പിലും നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കണ്ണിൻ്റെ സൈഡിൽ മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ വിരൽ തന്നെ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം.
അപ്പോൾ ഞാൻ മസാജിങ് ഒക്കെ നല്ല രീതിയിൽ മസാജൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പാക്കാണ് ഉപയോഗിക്കാനുള്ളത്. പാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പിട്ട് നമുക്ക് ഫേസ് ഇത് മസാജ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യണമെങ്കിൽ ചെയ്യാം. വാഷ് ചെയ്തില്ലെന്ന് കരുതി കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ വാഷ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ പാക്കാണ് ഉപയോഗിക്കാൻ പോകുന്നത്. പാക്ക് ഉപയോഗിക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് രക്തചന്ദനമാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഫേസിന് ആവശ്യമുള്ള രക്തചന്ദനം നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു സ്പൂണിന്, ഒരു 3/4 സ്പൂണിന് വേണ്ടിയിട്ട് രക്തചന്ദനം എടുത്തിട്ടുണ്ട്. അത് ഈ പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കോലരക്കാണ്. ഈ കോലരക്കിൻ്റെ പൊടി നമുക്ക് എല്ലാ അങ്ങാടി കടകളിലും നമുക്കിത് കിട്ടുന്നതാണ്. കോലരക്കിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഫേസ് നല്ല ഗ്ലോ ആവുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫേസിലൊക്കെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ കാക്കപ്പുള്ളികൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ മാറുന്നതിനും ഫേസൊക്കെ നല്ല ഗ്ലോ ആയി നല്ലൊരു തുടുത്ത് വരുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ ഞാനൊരു 1/4 സ്പൂണിന് വേണ്ടിയിട്ട് കോലരക്ക് എടുത്തിട്ടുണ്ട്. ഇത് കോലരക്ക് നമുക്ക് ഒരുപാടൊന്നും എടുക്കേണ്ട കാര്യമില്ല, കുറച്ച് മാത്രം എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 1/4 സ്പൂണിന് വേണ്ടിയിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഞാനിപ്പോൾ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അരിപ്പൊടി എടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ അരിപ്പൊടി വേണം എടുക്കാനായിട്ട്. തരിയുള്ള അരിപ്പൊടി ഒരു കാരണവശാലും എടുക്കരുത്. കാരണം നമ്മളിത് സ്ക്രബ് ചെയ്യുകയല്ല, പാക്കാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ അരിപ്പൊടി വേണം എടുക്കാനായിട്ട്. ഈ അരിപ്പൊടിയും ഞാനൊരു 1/4 സ്പൂണിന് വേണ്ടിയിട്ട് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് നമുക്ക് റോസ് വാട്ടർ കുറച്ച് ഒഴിച്ചു കൊടുക്കണം. അത് തോനെയൊന്നും വേണ്ട, ഒരു 6-7 തുള്ളിക്ക് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. റോസ് വാട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിനെ നല്ല ഗ്ലോ ആക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ്. ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാലൊഴിക്കുമ്പോൾ നമ്മൾ പച്ചപ്പാൽ തന്നെ ഒഴിക്കണം, തിളപ്പിച്ച പാൽ ഒഴിക്കരുത്. നമുക്ക് ഒരു പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമുക്ക് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതേപോലെ ഒരു പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിട്ടുണ്ട്. ഉണ്ടോ, പാക്കിൻ്റെ അതേ കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസ് ഞാനിപ്പോൾ മസാജിങ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്തിട്ടൊന്നുമില്ല. ആ ഫേസിലേക്ക് തന്നെയാണ് ഞാനിപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ കണ്ണിൻ്റെ സൈഡിലെല്ലാം നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. കണ്ണിൻ്റെ സൈഡിലും അതുപോലെ മുഖത്തെല്ലാം നല്ല രീതിയിൽ നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 20 മിനിറ്റ് വരെ നേരം നമുക്കിത് വെയിറ്റ് ചെയ്യണം. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ വാഷ് ചെയ്യാവൂ. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് നേരമൊക്കെ ആയിട്ടുണ്ട് ഫേസിൽ ഇത് അപ്ലൈ ചെയ്തിട്ട്. നന്നായിട്ടൊക്കെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് വാഷ് ചെയ്യാം. വാഷ് ചെയ്യുന്നതിന് മുമ്പിട്ട് തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് വെള്ളം സ്പ്രെഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിത് മസാജ് ചെയ്ത് വാഷ് ചെയ്യാവൂ. ഇപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കങ്ങ് ഒരു തുണി ഉപയോഗിച്ചൊന്ന് തുടച്ച് കളയാം. കണ്ടോ, നമ്മുടെ ഫേസിന് ഒരു പ്രാവശ്യത്തെ യൂസ് കൊണ്ട് തന്നെ എന്തോരം മാറ്റമാണ് വന്നിരിക്കുന്നതെന്ന് കണ്ടോ. എന്ത് നല്ല ഭംഗിയായിട്ടുണ്ട്. നല്ലൊരു ഗ്ലോ ഒക്കെ ഫേസിന് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഒരു യൂസ് കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണിത്. ഇനിയിപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഫേസെല്ലാം നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഉണ്ടല്ലേ, നല്ലൊരു റിസൾട്ട് തന്നെയാണ് നമുക്കുള്ളത്. ഫേസെല്ലാം നല്ല ഗ്ലോ ആയി കിട്ടിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള നല്ലൊരു പാക്കാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ.